കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായ സംഭവത്തിൽ തെരച്ചിൽ പുനരാരംഭിച്ചു. കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററുകളും ചെറുബോട്ടും തെരച്ചിൽ നടത്തുന്നു. കാണാതായ ഗൗതം കൃഷ്ണനെ കണ്ടെത്താനുള്ള തെരച്ചിൽ രാവിലെയാണ് പുനരാരംഭിച്ചത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, കഴിഞ്ഞ 8 ദിവസമായി തെരച്ചിൽ നടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഗൗതം കൃഷ്ണനെ കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. അപ്പോഴാണ് ഈ ഗോവയിൽ നിന്നടക്കമുള്ള വിദഗ്ധ സംഘമെത്തി തെരച്ചിൽ പുനരാരംഭിച്ചത്. തീർച്ചയായും അമ്പിളി അങ്ങനെ തന്നെയാണ്. കാരണം 8 ദിവസമായി ഗൗതം കൃഷ്ണയെ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നാവികസേനയുടെ ഭാഗത്തുനിന്നോ ഒന്നും തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്നോ ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തുനിന്നൊന്നും നടക്കുന്നില്ല എന്നൊരു ആക്ഷേപത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായത്. കാരണം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടണം. കാരണം 8 ദിവസം കഴിഞ്ഞ ജൂലൈ 31 നീണ്ടകര ഹാർബറിൽ ഇത്തരത്തിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ 3 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ ഈ ഗൗതം കൃഷ്ണന്റെ അച്ഛനും അപ്പൂപ്പനുമാണ് മരിച്ച 2 പേർ. അവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചു. പക്ഷേ ഗൗതം കൃഷ്ണയുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ തെരച്ചിൽ ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗൗതം കൃഷ്ണയുടെ അമ്മ ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പ്രതിഷേധമൊക്കെ ആരംഭിക്കുകയുണ്ടായത്. ആ ഒരു പ്രതിഷേധത്തിന് തുടർന്നായിരുന്നു പിന്നീട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി അമ്മയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. എങ്കിൽ പോലും ഈ ഒരു തിരച്ചിൽ ഊർജിതമായി നടത്തിക്കൊണ്ടു പോകണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് വീട്ടുകാരും ബന്ധുക്കളും ഒപ്പം തന്നെ ഈ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംഘടനകളും ഒക്കെ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ സംഘടനകളുടെയൊക്കെ പ്രതിഷേധം ഈ നീണ്ടകര ഹാർബർ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? അതായത് ഈ കുടുംബത്തിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ ഈ എങ്ങനെ കണ്ടെത്തണം? തെരച്ചിൽ ഊർജിതമായി നടത്തുന്നില്ല എന്നൊരു ആക്ഷേപം ഉണ്ടോ? ആക്ഷേപം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഇവർ നമ്മളെ ഓരോ ഘട്ടത്തിലും കളക്ടർ, മന്ത്രിമാരെല്ലാവരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇതിൽ വളരെ ഞങ്ങൾക്ക് വിഷമകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ പ്രളയ ദുരന്തമുണ്ടായി. ആ ഉണ്ടായ സ്ഥലങ്ങളിൽ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി എത്തുന്നു, മന്ത്രിമാരെത്തുന്നു. അപ്പോൾ തന്നെ അവർക്കുള്ള നഷ്ടപരിഹാരങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ പോയി ഇവിടുത്തെ മന്ത്രിമാർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളി 8 ദിവസമായിട്ട് ഒരു ഫിഷറീസ് മന്ത്രി ഇവിടെ ഉണ്ട്, കേരളത്തിനൊരു ഫിഷറീസ് മന്ത്രിയുണ്ട്, അദ്ദേഹം ആരാണെന്ന് പോലും ഈ തെക്കൻ ജില്ലയിലുള്ള സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് അറിയുന്നില്ല. അദ്ദേഹം ഇതുവരെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചില്ല, അദ്ദേഹം ഇതുവരെ വന്നില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പ് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഒരു മന്ത്രിയെ നമുക്ക് തിരിച്ചറിയണ്ടേ? ഞങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി കേരള സർക്കാരിലൊരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയെ ധീവരസഭ ആദ്യം തൊട്ടേ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്ക് മന്ത്രിയെ കാണണമെങ്കിൽ ഞങ്ങൾ എറണാകുളത്ത് പോകണം, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പോകേണ്ടെന്നൊരവസ്ഥയാണ്. ഞങ്ങൾ കടലുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഹാർബറാണ് ഈ അഴീക്കൽ നീണ്ടകര ഹാർബർ. ഇവിടെയാണ് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇവിടെ നിന്നും ഒരു മന്ത്രിയില്ല, അല്ലെങ്കിൽ ആ മന്ത്രിയുടെ ഒരു പ്രതിനിധി. ഓക്കെ, ജില്ലയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മന്ത്രിയുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു. അദ്ദേഹം വന്നു, കണ്ടു, ഞങ്ങളെല്ലാം സംസാരിക്കുന്നു. പക്ഷേ ഒരു ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ആ മന്ത്രി എവിടെയാണ്? കാണാൻ പോലുമില്ല അദ്ദേഹത്തെ. അപ്പം ഞങ്ങളുടെ ആവശ്യം ഇത് തന്നെയാണ്. ഞങ്ങൾക്കൊരു മന്ത്രി ഉണ്ടെങ്കിൽ ആ മന്ത്രി വരിക. ഞങ്ങൾക്ക് എന്താണ് നഷ്ടപരിഹാരം? ഞങ്ങളുടെ കുട്ടിയെ തിരയുന്നതിന് വേണ്ടി എന്ത് സംവിധാനങ്ങളാണ് മിനിസ്റ്റർ ലെവലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതൊക്കെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾ ആരോട് ചോദിക്കണം? ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നത് 8 ദിവസം ഊർജിതമായ ഒരു അന്വേഷണം, തെരച്ചിൽ നടന്നില്ല എന്നുള്ളതാണല്ലോ. അത് അങ്ങനെ തന്നെയായിരുന്നു ആ ഒരു തെരച്ചിൽ? തീർച്ചയായും 8 ദിവസമായി ഞങ്ങളുടെ ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സഹോദരനെ പോലും കണ്ടെത്തുന്നത് ഞങ്ങളുടെ സ്വന്തം വള്ളത്തിൽ, അതായത് ഇവിടെ നിന്ന് രക്ഷയ്ക്ക് വായിക്കാനായിട്ട് പോയ സുരക്ഷാ ബോട്ട് അവർ ദൂരെ മാറി കിടന്നിട്ടവരെ ഒരു സുരക്ഷാ സംവിധാനമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രക്ഷാപ്രവർത്തനവും നടത്തുന്നില്ല എന്ന് കണ്ട സാഹചര്യത്തിൽ ഞങ്ങളുടെ തന്നെ മത്സ്യത്തൊഴിലാളികളെ ഞങ്ങളുടേതായ വള്ളത്തിൽ കയറ്റി വിട്ട് അവർ പോയാണ് കടലിൽ ചാടി ഈ വള്ളം കെട്ടിവലിച്ചുകൊണ്ട് വരുന്നത്. ഈ രാധാകൃഷ്ണൻ്റെ ബോഡി കിട്ടുന്നതും നമുക്ക് കടലിൽ നിന്ന് കിട്ടിയതല്ല, അദ്ദേഹം ഈ വള്ളത്തിനടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ വള്ളം ആ സമയത്ത് കര വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഞങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ആ സമയത്ത് ഈ വലയും കാര്യങ്ങളും എടുക്കത്തക്ക നിലയിൽ മുങ്ങിയെടുക്കാൻ പറ്റിയ സ്കൂബ ഡൈവിങ്ങിൻ്റെയോ പ്രഗത്ഭരായ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, വല ഉൾപ്പെടെ കര വരുമായിരുന്നുവെങ്കിൽ ഗൗതം കൃഷ്ണനെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. ഈ 8 ദിവസം അവരുടെ രക്ഷാപ്രവർത്തനം സുഗമമല്ലായിരുന്നു. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ. ഈ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ എല്ലാവരും ഇടപെടുന്നുണ്ടോ ഫിഷറീസ് വകുപ്പൊക്കെ? ഇന്നലെ കുട്ടിയുടെ അമ്മ വന്ന് ഇവിടെ സമരം നടത്തിയതിൻ്റെ പേരിൽ ഇന്ന് ഹെലികോപ്റ്റർ പോകുന്നത് കണ്ട് അവർ പരിശോധിക്കാം. 2 ഡ്രോണിനെ വിട്ടിട്ടുണ്ട്, മറൈൻ്റെ ബോട്ട് വിട്ടിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾക്കൊരു അറിയിപ്പ് കിട്ടി. ഞങ്ങൾ ഇതുമായി നിന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങളൊന്നും തന്നെയില്ല. തീർച്ചയായും നമ്മൾ അങ്ങനെ തന്നെയാണ് കാര്യം. ഇവരുടെ ഒരു പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ അന്വേഷണം ഇത്തരത്തിൽ ഒരു തെരച്ചിൽ അല്ലെങ്കിൽ ഊർജിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏതായാലും കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ, നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ ആണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നടക്കുന്നത്. ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ്, ഈ കാണുന്ന ഹാർബറിന്റെ തൊട്ടടുത്തുള്ള പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഒപ്പം ഈ ഹാർബറിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയും അല്ലെങ്കിൽ ഈ വിദഗ്ധ പരിശീലനം ലഭിച്ച സ്കൂബ ഡൈവിംഗ് ടീമുകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഈ പരിശീലനത്തിന് അല്ലെങ്കിൽ ഈ ഒരു പരിശോധനയ്ക്കായിട്ട് അല്ലെങ്കിൽ
അല്ലെങ്കിൽ തെരച്ചിലിനായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അത്തരത്തിൽ ഡ്രോണുകളും ഒപ്പം തന്നെ ഹെലികോപ്റ്ററുകളും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും ഗൗതം കൃഷ്ണയുടെ ശരീരം തിരിച്ചു ലഭിക്കുന്നത് വരെ അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നത് വരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളുടെയും മറ്റുമൊക്കെ തീരുമാനം. ശരി, കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ്. കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററുകളും ചെറു ബോട്ടും ഒക്കെ തിരച്ചിൽ നടത്തുന്നു. 8 ദിവസമായി ഗൗതം കൃഷ്ണയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ട് ഇന്നാണ് വീണ്ടും ആ തിരച്ചിൽ പുനരാരംഭിച്ചത്. കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് കുമാർ.